ഹലോ ഗായ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ ഏത് ഫണ്ടഡ് ഫേമിലും അക്കൗണ്ട് ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു, നിങ്ങളൊരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് വെച്ചു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് വാങ്ങിച്ചു. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു 5K അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാർഡിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് ഒരു അക്കൗണ്ടിൽ ഒരു 5K അക്കൗണ്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളങ്ങനെ പർച്ചേസ് ചെയ്തു. എന്താണ്, നമ്മളിപ്പോൾ ആർക്കെങ്കിലും വേണ്ടിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇനി ഒരു അക്കൗണ്ട് കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ വേറൊരു മെയിൽ ഐ ഡി കൊടുത്തു. നിങ്ങളുടെ സെയിം കാർഡ് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു മെയിൽ ഐ ഡി ഒരു 5K അക്കൗണ്ട് കൂടി പർച്ചേസ് ചെയ്തു. അപ്പം ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടാണോ അതേ അക്കൗണ്ട് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വാങ്ങണം. നിങ്ങളിവിടെ ഇപ്പോൾ ഒരു അക്കൗണ്ട് 5K വാങ്ങിച്ചു, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത് ഒരിക്കലും പിന്നെ വേറെ ഇത് വാങ്ങാൻ പാടില്ല. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 10K 20K 60K 100K അക്കൗണ്ട് മാത്രമായിരിക്കും. അതായത് നിങ്ങൾക്ക് 3 അക്കൗണ്ട്സേ ഒരു യൂസറിന് ഉപയോഗിക്കാനായിട്ട് റൈറ്റ്സ് അവർ തരുന്നുള്ളൂ. അപ്പം നമുക്ക് ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മളൊരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. കാരണം ആൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതാണ്. ആളപ്പോൾ എന്ത് ചെയ്തു, ഫ്രണ്ടിന് വേണ്ടിയിട്ട് ആളുടെ പേരിൽ ഒരു അക്കൗണ്ട് കൂടി പർച്ചേസ് ചെയ്തു, വേറെ മെയിൽ ഐ ഡി വെച്ചിട്ട്. പക്ഷെ അത് ഒരു നെഗറ്റീവായിട്ടാണ് മാറിയേക്കണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ അങ്ങനത്തെ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളുടെ അക്കൗണ്ട് ടെർമിനേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസുകൾ വരെ കൂടുതലാണ്. അത് കൂടാണ്ട് ഇത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്കാം പോലത്തെ ഒരു പരിപാടിയായിട്ട് മാറും. നിങ്ങളിപ്പോൾ 2 അക്കൗണ്ട് 5K തന്നെ വേറൊരു മെയിൽ ഐ ഡി വെച്ച് 2 അക്കൗണ്ട് പർച്ചേസ് ചെയ്തു. പക്ഷേ ആ 2 അക്കൗണ്ടിലും സെയിം കാർഡിൻ്റെ നമ്പർ തന്നെ കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കണം. നിങ്ങൾ നേരത്തെ പർച്ചേസ് ചെയ്ത അതേ കാർഡ് വെച്ചിട്ട് പർച്ചേസ് ചെയ്തു. അത് ഭയങ്കരമായിട്ടും നിങ്ങളുടെ നെഗറ്റീവ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരെയുള്ള ചാൻസുകളുണ്ട്. ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിന് ഈ ഒരു അവസ്ഥ ഉണ്ടായി. ആളിപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചു എന്താ ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ചെയ്തു പോയി, നിങ്ങൾ പറയുകയാണ് അങ്ങനെ ചെയ്തു പോയി എന്ന് വെച്ചു, നിങ്ങൾക്ക് അത് റീഫണ്ട് കിട്ടുക എന്ന് പറയുന്നതും ചാൻസുകൾ വളരെ കുറവുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ റീഫണ്ടേ കിട്ടുള്ളൂ. അത് ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിഞ്ഞ് തന്നെ കാണാൻ എന്താ സംഭവിക്കാൻ പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിൻ ഞാനിത് ഒരു കണ്ടൻറ്റായിട്ട് ചെയ്യാനായിട്ടല്ല വന്നത്, ഈ ഒരു ഇൻഫർമേഷൻ തരാനാണ് വന്നത്. നിങ്ങൾ യാതൊരു കാരണം വെച്ചാലും ഒരു അക്കൗണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യരുത്. അങ്ങനെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഫണ്ടഡ് ഫേമിൽ പോയിട്ട് ഒരു 5K അക്കൗണ്ട് പർച്ചേസ് ചെയ്തു, ആ ഒരു അക്കൗണ്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. മറ്റൊരു ഫേമിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം ഫേമിൽ 2 മെയിൽ ഐ ഡിയും വെച്ചിട്ട് ഒരേ കാർഡ് നമ്പർ പേയ്മെൻറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യരുതും. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്ലാഗ് ഓഫ് ചെയ്യും അവർ. കാരണം അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്ത് നമ്മളൊരു അവിടെ കസ്റ്റമർ കെയറിനോട് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മണി ലോണ്ടറിങ് എന്നൊരു ആക്റ്റിൽ പെടും. അങ്ങനെ വരുമ്പോൾ അക്കൗണ്ട് ടെർമിനേഷനുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് ഇനി വേറൊരു അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് നിങ്ങൾ രണ്ടാമത് പിന്നെ പർച്ചേസ് ചെയ്യുക. ഈ അക്കൗണ്ട് നിങ്ങൾക്ക് പിന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റില്ല. 5K അക്കൗണ്ട് തന്നെ പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള 2 അക്കൗണ്ടിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാണ്ട് നമുക്കിപ്പോൾ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെയും നിങ്ങൾ എന്തെങ്കിലും ഫണ്ടഡ് അക്കൗണ്ടുകളെ കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം. അക്കൗണ്ട് സർവീസ് കൊണ്ടവർക്ക് നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം നമ്മൾ 24/7 നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും നമ്മൾ തിരിച്ച് നിങ്ങൾക്ക് റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്നത്. അത് നമ്മളെ കോൺടാക്ട് ചെയ്തവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പം മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും ഇങ്ങനെ പോയിട്ട് ചാടാൻ നിൽക്കരുതും. ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ, ഞാൻ വേറൊരു അക്കൗണ്ട് കൂടി വാങ്ങിക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെക്കരുതും. ഒരു അക്കൗണ്ട് കിട്ടി, അത് പാസ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഫേസ് കഴിഞ്ഞ് എല്ലാം, കാരണം ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റിലായിരിക്കും നമുക്കവിടെ പ്രശ്നം വരുന്നത്. നമ്മൾ വാങ്ങുമ്പോൾ അവരൊന്നും പറയില്ല വാങ്ങിക്കാൻ പറ്റും, പിന്നീട് നമുക്ക് റീഫണ്ട് കിട്ടും.
അതിനും ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മൾ പാസ്സായ അക്കൗണ്ട് ഒരു ടെർമിനേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റീഫണ്ട് ആയിരിക്കും തന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ പോകൂലേ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മളിനിയിപ്പം നമ്മുടെ കുറേ ഫണ്ടഡ് അക്കൗണ്ടുകളൊക്കെ നമ്മൾ 2-3 ദിവസമായിട്ട് നിർത്തി വെച്ചേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഭയങ്കരമായിട്ടും വേറൊരു ദിശയിലേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനി മാർക്കറ്റ് റിട്ടേൺ വരട്ടെ, നമ്മുടെ ഒരു സോണിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചതാണ്. അപ്പം തിങ്കളാഴ്ച മുതൽ നമ്മൾ റീആക്ടിവേറ്റ് ആവും മാർക്കറ്റിലേക്ക്. തിങ്കളാഴ്ച പുതിയൊരു ദിവസം തുടങ്ങുന്നത് പോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ട്രേഡിങ് കാര്യങ്ങളും എടുക്കും. ആ രീതിയിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ബേസിക്കലി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അക്കൗണ്ടിനെ കുറിച്ചിട്ട്. ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. അവരെന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ പറയുക അവരോട്. കാരണം അത് നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഒരു അക്കൗണ്ട് ഒരേ ടൈമിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക. ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് വേണമെന്നുള്ളവർ നിങ്ങളുടെ സെയിം ID 10K 20K അക്കൗണ്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു വെക്കാം. 5K തന്നെ നിങ്ങൾക്ക് പിന്നീട് വാങ്ങാൻ പറ്റില്ല. അക്കൗണ്ട് ടെർമിനേഷൻ ആവാണ്ട് പിന്നെ ഒരു അക്കൗണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഫ്ലാഗ് ഓഫ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ബ്രോക്കറിൽ നിന്ന് ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യലൊക്കെ ചാൻസുകൾ വളരെ കുറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അക്കൗണ്ട് സർവീസ് വേണമെന്നുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവും. 24/7 നമ്മൾ നിങ്ങളോട് കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച വരുന്നുണ്ട് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.